എന്താടോ സൂര്യ, താൻ ചെയ്തു തെറിഞ്ഞ് ഞാൻ തന്നെ ഷോക്കായിപ്പോയി. നീ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയിട്ട് 25 വർഷമായി. എന്തെങ്കിലും ബിസിനസിന്റെ ആവശ്യത്തിനല്ലാതെ ഇങ്ങോട്ടേക്ക് വരാറേയില്ല. തനിക്ക് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ? ശരിക്കും എന്താ കാര്യം? ഇന്ത്യയിൽ നിൽക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കഴിക്കും. പ്രോബ്ലം ഇന്ത്യയിലല്ലടാ, എൻ്റെ വീട്ടിലാണ് പ്രശ്നം. അത് പ്രശ്നമൊന്നും പറയാൻ പറ്റില്ല, അതൊരു സൊല്യൂഷനാണ്. എമോഷണൽ സൊല്യൂഷൻ. എനിക്ക് മനസ്സിലായില്ല. ആ ഇമോഷന്റെ പേര് വിവൻ ആദിത്യ. ഈ സൂര്യനാരായണ വർമ്മയ്ക്ക് 25 വർഷമായുള്ള ഇമോഷനാ. വൺ ആൻഡ് ഓൺലി വൺ ആൻഡ് മൈ സൺ വിവൻ ആദിത്യ. ആദിത്യക്ക് എന്താടാ കുഴപ്പം? അവൻ കിങ്ങല്ലേ? സൂര്യനാരായണന്റെ ഇത്രയും വലിയ ബിസിനസ് സാമ്രാജ്യത്തിന് ഇപ്പോഴത്തെ അധികാരി അവൻ തന്നെയാണല്ലോ. സമ്പാദ്യം, കഴിവ്, അറിവ് എല്ലാം എല്ലാം ഉണ്ടവന്. നിനക്കിനി വേറെ എന്താടാ ആവശ്യം? ആവശ്യമുണ്ടാ? ഇനി ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. അവൻ ഇതുവരെ ജീവിച്ചു തീർത്ത ജീവിതം എന്റെ ഔദാര്യത്തിലായിരുന്നു. അവൻ മുൾപാത എന്താണെന്ന് മനസ്സിലാക്കണം. മുള്ളു കുത്തുമ്പോഴുള്ള വേദന എന്താണെന്ന് മനസ്സിലാക്കണം. പ്രയാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. നഷ്ടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. അടിസ്ഥാന മൂല്യങ്ങൾ എന്താണെന്ന് അറിയണം. അതിന് പിന്നിലുള്ള വികാരങ്ങൾ എന്താണെന്ന് അറിയണം. മനുഷ്യരെ മനസ്സിലാക്കണം. അവരുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കണം. ആ വേദനകൾക്ക് പിന്നിലുള്ള ജീവിതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം. അവൻ ഞാൻ എങ്ങനെ ജീവിച്ചു എന്ന് മനസ്സിലാക്കണം. അതിനു മുമ്പ് അവൻ അവനെ തന്നെ മനസ്സിലാക്കണം. അതിനൊക്കെ അപ്പുറത്തേക്ക് അവന്റെ ഉള്ളിലെ അവനെ അവൻ സ്വയം തിരിച്ചറിയുകയും വേണം. 25 വർഷങ്ങൾക്ക് മുമ്പ് ഈ സൂര്യനാരായണൻ എങ്ങനെയായിരുന്നു എന്ന് അവൻ മനസ്സിലാക്കണം. ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് അവൻ പഠിക്കണം. അതൊക്കെ ശരി. അതിനിപ്പോ താൻ എന്ത് ചെയ്യാനാ വിചാരിക്കുന്നത്? വിചാരിക്കാൻ എന്താടാ ഉള്ളത്? ഞാനതെല്ലാം പ്ലാൻ ചെയ്തു കഴിഞ്ഞു. അവനെ വഴിയിൽ ഇറക്കി വിട്ടിട്ട് വന്നു, അത്ര തന്നെ. ഹായ് ബ്രോ, ഐ വോണ്ട് എ ലിഫ്റ്റ്. ഒറ്റയ്ക്ക് ഓടിച്ച് ഞാനും വയ്യാണ്ടായിട്ടിരിക്കുക. കുറെ നേരമായിട്ട് ഞാനും തനിച്ച് വണ്ടി ഓടിക്കാന്നേ. നിങ്ങൾക്ക് വേണ്ടത് ലിഫ്റ്റാണ്, എനിക്ക് വേണ്ടത് കമ്പനിയാണ്. അപ്പൊ പറയ്, കൊള്ളാവുന്ന കുടുംബത്തിലെ പോലെ ഉണ്ടല്ലോ. എന്നിട്ട് ഈ കാട്ടിനകത്ത് ചുമ്മാ ബാഗും തൂക്കി പിടിച്ച് നടക്കുന്നത് എങ്ങോട്ടാ? സമയം ശരിയില്ലെങ്കിൽ ഈശ്വരൻ പോലും കഷ്ടപ്പെടും. ഞാനൊരു സാധാരണ മനുഷ്യനല്ലേ. സൂപ്പർ ബ്രോ. കഷ്ടപ്പെടുന്ന എന്നെ ദൈവത്തിനോട് ഉപയോഗിച്ചില്ലേ? നല്ല ഇൻട്രസ്റ്റിംഗ് ആളാ. ഇനി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, പറയ്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല, പകരം സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം, അത് ശ്രദ്ധിച്ചു കേൾക്ക്. ഞാൻ ഫോറിൻ റിട്ടേൺ. എപ്പോഴും AC കാറിൽ മാത്രം സഞ്ചരിക്കാറ്. ഇപ്പൊ കുറച്ച് ബാഡ് ടൈമാ, അതുകൊണ്ട് നിന്റെ മുന്നിൽ നിൽക്കുന്നു. പക്ഷെ ഈ നിമിഷം പോലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാ. സോ ഐ എം ഫൈൻ. റോയൽ എൻഫീൽഡ് പറഞ്ഞല്ലേ ഏതാണ്ടൊക്കെ മനസ്സിലായ, പക്ഷെ ഒന്നും മനസ്സിലാവാത്ത പോലെ. ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നേ. നിങ്ങൾക്ക് എവിടം വരെ പോണോ അവിടം വരെ ഞാൻ ലിഫ്റ്റ് തരാം. എനിക്ക് ലിഫ്റ്റ് വേണ്ട ബ്രോ, എനിക്ക് ബൈക്കാ. അയ്യോ, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞാ. പറയാൻ ഇഷ്ടമല്ലെങ്കിൽ ഒന്നും പറയണ്ട. ബൈക്കൊന്നും തരാനൊന്നും പറ്റില്ല. കൂൾ ബ്രോ, എനിക്ക് ഈ ബൈക്ക് തന്നെ വേണം. ബൈക്ക് വേണം തന്നെയാണോ ചോദിച്ചേ? ഹൗ മച്ച് ഡസ് ദിസ് കോസ്റ്റ്? കാശില്ലാതെ വീട്ടിലേക്ക് വന്ന നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും. മൊത്തം 2 ലക്ഷം രൂപ. ഓൺ റോഡ് പ്രൈസ് എത്ര പറയാ? 1.75 ഉറപ്പിക്കാം. ഓൾറൈറ്റ്. Here. ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞ ഇതാണല്ലേ? 50, 75, 1.75. ആദ്യം ചോദിച്ച കാശ് തന്നെ തരുന്നത് മാന്യത. ഡീൽ ഓക്കെ അല്ലെങ്കിൽ പൈസ തിരിച്ചാ? അല്ല വേണ്ട, ഇത് മതി. കൊണ്ടോക്കോ. പിന്നെ സൂക്ഷിച്ച് ഓടിക്കണേ എന്റെ ജീവൻ. ഓക്കെ, താങ്ക് യു. ബൈ ബ്രോ. ബൈ. ഇനി എനിക്ക് ആരും ലിഫ്റ്റ് തരാനാ? ബ്രോ, ലിഫ്റ്റ് വേണോ? കിട്ടിയാ കൊള്ളാം. താങ്ക് യു. യുവർ ഗുഡ് നെയിം ബ്രോ? എന്റെ പേരാ തങ്കം. യു മീൻ ഗോൾഡ്? ഓ നൈസ്. പൊതുവെ ഇന്ത്യയിലുള്ള പെണ്ണുങ്ങൾക്കൊക്കെ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ തന്നെ പ്രാന്താണ്. അതുകൊണ്ട് എല്ലാരും എന്റെ പുറകെ വരട്ടെന്ന് വെച്ചാ അമ്മ എനിക്ക് തങ്കം സോമരാജ് ഷെട്ടി എന്ന് പേരിട്ടത്. ഓ നൈസ്, ദാറ്റ്സ് റിയലി നൈസ്. അല്ല ബ്രോ, നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്നെ എന്റെ ഡാഡി ഇങ്ങോട്ടേക്ക് അയച്ചതാണ്. അതിന് ഈ ഗ്രാമത്തിൽ എന്താ ഉള്ളത്? കുറെ തണ്ടി തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാർ. കപ്പിൾ ഓഫ് ഡേയ്സ് മുൻപ് എന്റെ ഡാഡി എന്നെ വിളിച്ചിരുന്നു. എടാ വിവൻ,
നീ ഇടയ്ക്കിടയ്ക്ക് ഔട്ടിങ് പോകുന്നതല്ലേ? ഓ, ഇത്തവണ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നു. പോകാൻ പറ്റുമോന്ന് ചോദിച്ചു. ആ. സ്ഥലം ഏതാണെന്ന് പറയാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഇവിടെ തന്നെ കാണും. ഓ, ഞാനിവിടെ ഫസ്റ്റ് ടൈം ആണ് ബ്രോ. ഇവിടെ ഈ പേരാമ്പൂർ ഇല്ലേ, ഉം. എനിക്ക് എവിടേക്കാ പോകണ്ടേ? ഇന്നോ വൺ തിങ് ബ്രോ, എന്ത്? എന്റെ കാര്യങ്ങൾ ആരും തലയിടാറില്ല. പക്ഷെ ഇത്തവണ എന്റെ ബാഗ് പാക്ക് ചെയ്ത് തന്നത് ഡാഡിയാ. ഇതിലിപ്പോ രസം എന്താന്ന് ചോദിച്ചാ, $5,000 കയ്യിൽ തന്നിട്ട് കണ്ടീഷൻ സപ്ലൈ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നടക്കുക? ഓ, മാത്രമല്ല ഡാഡ് പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ എങ്ങനെയുള്ളതാണെന്നറിയോ? പോകുന്ന വഴിക്ക് എല്ലാവരോടും സംസാരിക്കണം, പക്ഷെ നമ്മെ കുറിച്ച് ഒന്നും വെളിപ്പെടുത്തരുത്. എന്തൊക്കെ അത്യാവശ്യം വന്നാലും അവരുടെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും വാങ്ങരുത്. ആ. മൊബൈൽ ഫോൺ ഒരിക്കലും യൂസ് ചെയ്യരുത്. ഇപ്പൊ ഞാൻ പോകേണ്ട അഡ്രസ്സ് പോലും ആരോടെങ്കിലും ചോദിച്ചാലേ പറ്റുള്ളൂ. ആണോ? അപ്പോഴേ എനിക്ക് നല്ല വിശപ്പുണ്ട്. നമുക്ക് പോണ വഴിക്ക് എന്തെങ്കിലും കഴിച്ചാലോ? ബ്രോ, വഴിയിൽ നോ ഹോട്ടൽസ് നോ മോട്ടൽസ്, പിന്നെ എവിടെ നിർത്താനാ? അതിനിപ്പോ എന്താ, പോകുന്ന വഴിക്ക് കുറെ ഗ്രാമങ്ങളൊക്കെ ഉണ്ട്, എവിടെയെങ്കിലും നിർത്തിയാൽ മതി. ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ. ഹോട്ടൽ ഹോട്ടൽ എവിടെയാണ് നിർത്തിക്കോ, bro? നിർത്തിക്കോ. ഹേയ്, വാട്ട്സ് ദിസ് ബ്രോ? ഈ കാണുന്ന ഇവിടുത്തെ 5 സ്റ്റാർ ഹോട്ടൽ. അകത്തിരുന്ന നോൺ AC, പുറത്തിരുന്ന AC. ആ നടക്ക്. ഓ ഗോഡ്. ഇരിക്കൂ ബ്രോ. വൈ ഇസ് ഇറ്റ് സോ ഡേർട്ടി? ഇവനെ ഹാർപ്പിക്കിട്ട് കുളിപ്പിക്കേണ്ടി വരുന്നത്. എടാ മോനെ, ബ്രോ നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? ബ്രോ, ഐ വാണ്ട് 1 cheese burger and 1 coke. Yeah. അതൊന്നും ഇവിടെ കിട്ടില്ല. അപ്പോഴേ മോനെ, ഇഡ്ഡലി ഉണ്ടെങ്കിൽ താ. ഇല്ല പൂരിയ ഇല്ല ദോശ ഉണ്ടാവില്ലേ? ഇല്ല ചപ്പാത്തി തന്നാ മതി. ചപ്പാത്തി ഒന്നും ഇല്ലെന്നേ. പിന്നെ എന്താ ഉള്ളേന്ന് പറ. ഉപ്പുമാവ്. ആ എന്നാ അത് അത് വേണം തരാം. വഴി. ബ്രോ, സ്പൂൺ. ഹേയ്, സ്പൂൺ എന്താ തരാത്തെ? എന്നാ പിടിച്ചോ. വാട്ട്സ് ദിസ് ബ്രോ? സ്റ്റുപ്പിഡ് ഫെല്ലോ. ഔട്ട്. എന്നാ കഴിക്ക്. ബ്രോ, ഐ ഡോണ്ട് വാണ്ട് ദിസ്. പ്ലീസ് 1 bottle water. അതെ, ഫുഡ് മാത്രം തന്നാ പോരാ, വെള്ളമില്ലേ? ഇപ്പൊ കൊണ്ടുവരാന്നേ. എന്തിനാണ് ഒച്ച വെക്കുന്നേ? വാട്ടർ. Hey, what is this? Dirty water. ഫോറിന് നിന്ന് ഇപ്പൊ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങിയതാ, കുറച്ച് വൃത്തി വേണ്ടേ? ഒരു ദിവസം 3 പ്രാവശ്യം ഞാൻ ലെറ്ററിൽ പോയിട്ട് വരുന്നുണ്ട്. അവന്റെ ബ്രോ, ഒരു കോപ്പി ലണ്ടനിലേക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് ഉണ്ടോ? സീരിയസ്ലി? ആ, ഇവിടെ ഫോറിനിൽ പോകാനായിട്ട് വിസയുടെ ഒന്നും ആവശ്യമില്ല. ഒരു ചെമ്പെടുത്തോണ്ടേ ആ കാട്ടിലേക്ക് പോയിരുന്നാ മതി. അതെ, വലത് കൈ കൊണ്ട് വേണ്ട തരാൻ, ഇടത് കൈ കൊണ്ടാണ് ഇങ്ങനെ വെള്ളം തരുന്നേ. അതെ, ദോശ ചുടുമ്പോഴേ ഈ ഇടത് കൈയിലെ വിരലൊന്ന് പൊള്ളി, അതുകൊണ്ടാണ് ഞാൻ വലത് കൈ കൊണ്ട് എടുത്തോണ്ട് വന്നത്. കുടിക്ക. Hey, you go. എടോ, എന്തിനാ ഒച്ച വെക്കുന്നേ? It's raining, bro. ഇതാ നിന്റെ വായന്ന് തെറിക്കുന്ന തുപ്പൽ കൊണ്ട് 2 ഏക്കർ സ്ഥലം നനയ്ക്കാം. ഇങ്ങനെ മഴയാണെന്ന് വിചാരിച്ചേ ഇത്തിരി കൂടെ നീങ്ങിയേക്ക്. അധികം ഒച്ച വെക്കാന്നുണ്ടാ ചാറ്റൽ മഴ. വലുതായിട്ട് ഒച്ച വെച്ചാലേ പെരുമഴ വരും. ആ, ശരി, പെരുമഴ. നീ ചെല്ല്. കേറ്റ്. എടാ, പാത്രമൊക്കെ ഒന്ന് പെട്ടെന്ന് കഴിവ് വെക്കടാ. അതെ, എന്നാ ദേ പിന്നെയും ഈ വരുന്നു. ഉപ്മാവിൽ ഉപ്പില്ലടാ. ഉപ്പുപോലെ ഉപ്പില്ലേ? ഇപ്പൊ ശരിയാക്കണ. ഉപ്പില്ല പോലും, ഉപ്പില്ല. എന്തിനാ ഇവനൊക്കെ ജാട കാണിക്കുന്നേ? എന്താ ഇയാള് നല്ല ഉപ്പുണ്ടല്ലോ. പിന്നെ ദേ ഉപ്പില്ല കാരണേ. കഴിക്ക്. ഞാൻ വാരത്തരാം, കഴിക്ക്. ബ്രോ, അതിന് ഉപ്പില്ലേ? നോക്കാം. എന്നാ ഇങ്ങോട്ട് വാ. നല്ല അടിപൊളി ഉപ്പാവും. ബ്രോ വന്നേ, പോവാ. ഇടവേളയോടും കുറച്ചെങ്കിലും നീറ്റായിട്ട് ജീവിക്കാൻ നോക്കണോ? തന്നെ നിനക്കൊക്കെ ഭയങ്കര വൃത്തിയാണല്ലോ. ഒന്ന് പോടോ. കക്കൂസില് വെള്ളത്തിന് പകരം പേപ്പർ ഉപയോഗിക്കുന്ന നീയൊക്കെ അല്ലേടാ. കാശ് കൊടുത്തിട്ട് പോടേ. ഉള്ള മുഴുവൻ കഴിച്ച നീയല്ലേ, എന്നിട്ട് ഞങ്ങൾ നിന്റെ ബില്ല് തരുന്നേ. ബ്രോ കേറ്. വൃത്തമാര് ഇറങ്ങിക്കോളൂ. ഉപ്പില്ല കോപ്പില്ല എന്നും പറഞ്ഞിട്ട് സാധനം മേടിച്ച് വെച്ചു കാശും തരത്തില്ല. പന്നമാറികൾ എവിടുന്ന് വരുന്നടാ അവനൊക്കെ? മലയാളീസിന്റെ വില കളയാൻ വേണ്ടി തെണ്ടികള്. ബ്രോ അവിടെ തുണിയുണ്ട്, ബായ് എത്രയാ? 100 രൂപ. 100 രൂപ. How much, bro? അത് 100, 100. $100. ആ 100 റുപ്പീസ്, ഇന്ത്യൻ റുപ്പീസ്. ചീപ്പ് ബ്രോ, ചീപ്പ് ക്വാളിറ്റി. അത് നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. ഇന്ത്യയിൽ ഇങ്ങനെയാണ്, ഇതൊക്കെ ബ്രാൻഡഡ് സ്മഗിൾഡ് ഗുഡ്സാ. I don't think so. കുറയോ? ഇവിടെ റേറ്റ് ഫിക്സാ. അയ്യോ, ഫിക്സഡ് റേറ്റ് ആണെന്ന് പറയണേ. No, it's fixed. ഫിക്സ് ഇറ്റ്. യാ, അല്ല ഭായ്, ഇത് പുതിയതാണോ അത് പഴയതാണോ? ബ്രാൻഡ് ന്യൂ. അയ്യേ, ഇതിലാകെ വെള്ളപ്പാണ്ടും പുള്ളിക്കുത്തും ഒക്കെ ആണല്ലോ. അത് ബ്രാൻഡഡ് ആടാ. ബ്രാൻഡഡാ. ഇപ്പൊ ഫോറിനിൽ ഇമ്പോർട്ട് ചെയ്തേ ഉള്ളൂ. ബ്രോ, I have money. നമ്മളെന്തിനാ ഇയാളുടെ മോഷ്ടിക്കുന്നത്? ഇന്ത്യയിൽ ഇങ്ങനെയാണ് ബ്രോ. ഇന്ത്യയിൽ എല്ലാം വില പേശി വേണം വാങ്ങിക്കാനായിട്ട്. ഇത് ഇന്ത്യൻ സ്റ്റൈലാണ്. നിങ്ങളൊന്നും മിണ്ടായിരുന്നാ മതി. ഇത് രണ്ടും പിടിച്ചോ. വിളിച്ച വിളി കേട്ടൂടെ? വിളിച്ചാ അലറിക്കൊണ്ടിരിക്കായിരുന്നു. അലറി വിളിച്ചായിരുന്നു. ഇത് കണ്ട
ഇത് എ ക്ലാസ് ബ്രാൻഡഡ് ഷർട്ടാണ്. ഏത് ബ്രാൻഡ്? എന്റെ കൊച്ചനെ ഇത് ആൾ ഔട്ട്. ആണോ? ശരി, ഇതെടുക്കുക. എത്രയെന്ന് പറ. 1200. ഒരു ഷർട്ടിന് 1200 രൂപ. താനെന്താ പറയുന്നത്? നീ പുറകിൽ ഒളിച്ചു വെച്ചിട്ടില്ലേ 10 ഷർട്ട്, അതിനും കൂടെ ചേർത്താ. കണ്ടല്ലേ? ആ കണ്ട്. കണ്ടുപിടിച്ചല്ലോ. അപ്പൊ ഫൈനൽ പ്രൈസ് പറ, എത്രയാണ്? അത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാമേ ഫിക്സഡ് പ്രൈസാ. ഹലോ, അതെ, ഞങ്ങളും ചോറ് തന്നെയാണ്. ഈ വഴിവെക്കി കൊണ്ടുവന്ന് വെച്ചിട്ട് 100 രൂപന്നാ. കാണാൻ ലുക്കുണ്ടെന്നുള്ളു. ഞങ്ങള് ദരിദ്രവാസികളാ, കുറയ്ക്ക്. ഒരു കാര്യം ചെയ്, നീ ആദ്യം ഒരു 5 ഷർട്ട് ഒളിച്ചു വെച്ചിരുന്നില്ലേ, അതിനൊരു 50 രൂപ കുറച്ചേക്കാം. ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ. അത് കഴിഞ്ഞ് 4 ഷർട്ട് എടുത്തില്ലേ, അതിന് ഞാനൊരു 50 രൂപ കൂട്ടി തന്നേക്കാം. നിന്റെ തലയ്ക്കെന്താ വല്ല പ്രാന്ത് പിടിച്ച? എന്നാ ദേ ആ ഷർട്ടിലെ കറയൊക്കെ ഒന്ന് തുടച്ചേളാ, അല്ലെങ്കിൽ ആരും വാങ്ങില്ല. എവിടെ കറയൊന്നും കാണുന്നില്ലോ.